നമസ്കാരം. നമ്മൾക്ക് ഈ ചിങ്ങമാസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചിങ്ങമാസം ഫുള്ളായിട്ടുള്ളതാണ്. നാളേക്കെല്ലാം പറയുന്നത്, നാളേക്കുള്ള വേറെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. ഇത് ചിങ്ങമാസം ഓവറോൾ എങ്ങനെയാണെന്നുള്ളതാണ്, അതിൻ്റെ എനർജി എങ്ങനെ. അതുപോലെ നിങ്ങൾക്ക് ഈ ചിങ്ങമാസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടിയിട്ട് നമുക്ക് നോക്കാം. എന്താണ് അവരിലുള്ള എനർജി എന്നുള്ളതാണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പിലേക്കാണ്, എന്ത് തരത്തിലുള്ളതാണ് അവർ പോകുന്നു, മൂവ്മെൻറ്റ് ഏത് ടൈപ്പിലുള്ളതെന്നാണ്. ഇനി എന്താണ് ഓവറോൾ മെസ്സേജ് എന്ന് കൂടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവറോൾ മെസ്സേജിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എങ്ങനെയാണ് ചിങ്ങമാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചിങ്ങമാസത്തിൽ ക്വീൻ ഓഫ് ഫാൻസ് ആണ് നിങ്ങളുടെ എനർജി ആയിട്ടുള്ളത്. ക്വീൻ ഓഫ് ഫാൻസ് വളരെ പോസിറ്റീവായിട്ട് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല അഭിനിവേശത്തോട് കൂടിയിട്ട്, അതായത് ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്വീൻ ഓഫ് ഫാൻസ് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും എല്ലാം നിങ്ങൾക്ക് ഓവറോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് കൂടിയിട്ടാണത്. അപ്പോൾ എന്താണ് നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അഭിനിവേശം, ഊർജ്ജം നിങ്ങളിലുണ്ട്. അത് പൂർണ്ണമായിട്ട് നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വീൻ ഓഫ് ഫാൻസ് അകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ എന്ന് വെച്ചാൽ, പിന്നെ ഹാങ്ഡ് മാനാണ്. ഹാങ്ഡ് മാനിൽ നോക്കണം, നിങ്ങളുടെ എനർജി പോസിറ്റീവാണ്, പക്ഷേ നിങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹാങ്ഡ് മാനാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ തലയെറിഞ്ഞ് പ്രവൃത്തികൾ ചിലപ്പം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ, പേടി, എന്താവുന്നുള്ളൊരു ഉത്കണ്ഠ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് ഫാൻസ് ആയതുകൊണ്ട് നിങ്ങളതിനെ ഓവർകം ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ചില സമയങ്ങളിൽ സ്ട്രഗിൾ വരാൻ സാധ്യതയുണ്ട്. പാർട്ട്ണറുടെ അടുത്തു നിന്നും കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങളുടെ ക്വീൻ ഓഫ് ഫാൻസ് വെച്ചിട്ട് നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ ഹോട്ട് ടെമ്പറാണ് ക്വീൻ ഓഫ് ഫാൻസ്, അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ക്വീൻ ഓഫ് ഫാൻസ് കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പക്ഷേ ഓവറോൾ ഒരു മാസം നിങ്ങളുടെ, അതായത് ചിങ്ങമാസം മുഴുവനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിജയശ്രീലാളിതനായിട്ടുള്ള കുതിരപ്പുറത്തുള്ള പോരാളിനെയാണ് കാണിക്കുന്നത്. 6 ഓഫ് ഫാൻസ് ആണ്. 6 ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച് വരുന്ന ഒരാളെയാണ് കാണിക്കുന്നത്, വിജയശ്രീലാളിതനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാസം പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് വരാനുള്ള സാധ്യത. അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും, പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ബിസിനസ്സിൻ്റെ ആണെങ്കിലും, എങ്ങനെയാണെങ്കിലും നിങ്ങൾ നല്ലൊരു എല്ലാം കൂടിയിട്ട് നിങ്ങളത് ടാലി ചെയ്ത് വരുന്നുള്ളതാണ്. അല്ല, ടാലി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് എൻഡ് ചെയ്യുന്നതാണ് ഒരു മാസം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ റിലേഷൻഷിപ്പിനെ നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർ എനർജി നൈറ്റ് ഓഫ് ഫാൻസ് ആണ്, ഹൈ എനർജിയാണ്, കുതിരപ്പുറത്തുള്ള പോരാളിയാണ്, അതിൽ ഹൈ എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്തിനേയും നേരിടാനുള്ള ധൈര്യം അയാൾക്കുണ്ട്, ആ തരത്തിൽ തന്നെയാണ് അയാൾ പോകുന്നതും. ഓക്കെ, ഏത് സിറ്റുവേഷൻ നേരിടാനുള്ള ധൈര്യം അയാളുണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് ഫാൻസ് കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ അയാളുടെ ഓവറോൾ ആ ഒരു മാസം നോക്കുകയാണെങ്കിൽ ദ സണ്ണാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ദ സണ്ണും. പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും പുതിയൊരു തുടക്കത്തിന് അയാൾ എല്ലാം കൊണ്ടും റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തരത്തിൽ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയൊരു തുടക്കത്തിന് ആവട്ടെ ഇത് എന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടി സമയം കണ്ടെത്തി അവരോട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം
വേറൊരു പ്രത്യേകത മൂൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് ഒരു തേർഡ് പാർട്ടി റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ അത് തകർക്കും എന്നുള്ളതാണ് മൂൺ കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. തേർഡ് പാർട്ടി റിലേഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് രമ്യതയോടുകൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും ഭീതിജനകമായ അവസ്ഥയിലേക്കും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മൂണിൽ കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മൂണും സണ്ണുമാണ് ഉള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എനർജി ഉണ്ട്, നിങ്ങൾക്കെല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. അത് നിങ്ങളുടെ തന്നെ ഒപ്പമുള്ള കുടുംബം, അതായത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് തന്നെ ആ തുടക്കവും ആ എനർജി എല്ലാം അതിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചിലവഴിക്കുക. പുറത്തൊരാളുടെ അടുത്തേക്ക് പോയിട്ടോ അല്ലെങ്കിൽ പുറത്ത് വേറൊരു തേർഡ് പാർട്ടി റിലേഷനിലേക്ക് പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്ന് കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ആ ഒരു മാസം ചിങ്ങമാസം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല തന്നെയാണ്. പേജ് ഓഫ് പെൻഡക്കിളാണ് മെസ്സേജ്, എല്ലാ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ ഭദ്രതയുണ്ടാവും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ തുടക്കങ്ങളുണ്ടാവും. എല്ലാത്തിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വലിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ല. മറ്റുള്ള കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്കതിനുള്ള ഊർജ്ജമുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, അഭിനിവേശമുണ്ട്, നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ട്, എല്ലാം ഉണ്ട്. മനസ്സ് ചഞ്ചലചിത്തമാവാതെ നോക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ